ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ വൺ ഹൈസ്കൂൾ ഹീറോസ് എന്നൊരു ആക്ഷൻ ഡ്രാമ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അവർ രണ്ടുപേരും നേർക്ക് നേർ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതും കാണിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ കിം തിരിച്ചടിക്കും. പക്ഷേ അത് തുടർന്ന് കൊണ്ടുപോകാൻ കിമ്മിനായില്ല. തൊപ്പിയുടെ അടുത്ത് നിന്ന് ഒരുപാട് വാങ്ങിക്കൂട്ടും. ഇനി നീ സ്കൂളിൽ സുഖമായി പഠിക്കുമെന്ന് വിചാരിക്കണ്ട, നീ മടുത്ത് ആ സ്കൂളിൽ നിന്ന് തന്നെ പോകും. അങ്ങനെ ആ ഫൈറ്റിൽ അവർ രണ്ടുപേരും താഴേക്ക് വീഴുന്നു. അതിൽ ആ തൊപ്പിയുടെ കാലിന് നല്ല പോലെ പരിക്കേറ്റിട്ടുണ്ടാവും. ഈ സമയം ആ കാലിനിട്ട് തന്നെ കൊടുക്കുകയാണ് കിം. എന്നിട്ട് ദേഷ്യം തീരുവോളം അവനെ ചവിട്ടി കൂട്ടാൻ തുടങ്ങും. എന്നിട്ട് കിം നേരെ ചോയുടെ അടുത്തേക്കായിരിക്കും ചെല്ലുന്നത്. തൊപ്പി വീണ്ടും അവൻ്റെ പിന്നാലെ ചെല്ലുന്ന സമയത്ത് കാങ് തടയും. നീ തോറ്റുപോയെന്ന് പറയും. കിം ആ ഹെഡ്ഫോൺ അവൻ്റെ നിന്ന് വാങ്ങിക്കും. ശേഷം വാഷ്റൂമിൽ കാങ്, ഞാൻ വിചാരിച്ചു നീ ഭയങ്കര പാവം സ്റ്റുഡൻ്റ് ആയിരിക്കുമെന്ന്, പക്ഷെ ഇമ്മാതിരി സൈക്കോ ആണെന്ന് വിചാരിച്ചില്ല. ഫൈറ്റിംഗ് സ്കിൽ നിന്റെ ടാലൻറ്റ് തന്നെയാണ്, അതുറപ്പാ. കിം, അപ്പോൾ നിന്റെ കാര്യമോ? നീ എങ്ങനെയാ ഫൈറ്റ് ചെയ്യോ? അപ്പോൾ ഒരു കോച്ചിൻ്റെ ഫൈറ്റിംഗ് സ്കില്ലല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്. ആ സമയത്താണ് കിമ്മിൻ്റെ അച്ഛൻ്റെ മെസ്സേജ് വരുന്നത്. നീ എവിടെയാണ്? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? നീ ട്യൂഷൻ ക്ലാസ്സിലോട്ട് എത്തിയില്ലെന്ന് പറഞ്ഞ് എനിക്കൊരു കോൾ വന്നിരുന്നു. ഈ മെസ്സേജ് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്നെ തിരിച്ചു വിളിക്ക്. അവൻ കാങ്ങിനോട്, എനിക്കൊരു ഉപകാരം ചെയ്യുമോ? നമുക്ക് ഈ ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. അതിനവൻ സമ്മതിക്കും. ഇതിന് കിം അവനോട് താങ്ക്സ് പറയും. എൻ്റെ പാരൻസ് ഇതിനെപ്പറ്റി അറിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാങ്, നമുക്കിടയിൽ ഈ താങ്ക്സ് ഒന്നും വേണ്ട. ഈ ചോരക്കറ എങ്ങനെ കളയണമെന്ന് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചോളാം. എന്നിട്ട് നാളെ നല്ല വൃത്തിയാക്കി കൊണ്ടുതരാമെന്ന് പറയും. കിം, എന്നാൽ ഞാൻ പോവാന്ന് പറയുമ്പോൾ, ഇപ്പോഴാ? നമ്മളൊന്നും കഴിച്ചില്ലല്ലോ, നിനക്ക് വിശക്കുന്നില്ലേ? അയ്യോ, ഇപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ എവിടേക്കാണ് പോകുന്നത്? എൻ്റെ ട്യൂഷൻ സെൻറ്ററിലോട്ട്, എനിക്ക് പഠിക്കാനുണ്ട്. എന്നിട്ട് പോകാൻ നേരം കാങ് ഒരു ക്രീം അവന് കൊടുക്കും. ഇനി മുഖത്ത് ഇതുപോലെ മുറിവൊക്കെ പറ്റിയാണ് ഇതെടുത്ത് തേച്ചാൽ മതി എന്ന് പറയും. അവനൊന്നും പറയാതെ അവിടുന്ന് പോകുന്നു. കാങ്, ഓ, ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലല്ലോ, വല്ലാത്ത ജാതി തന്നെ. മറുവശത്ത് ചോയും ഫ്രണ്ട്സും, ഇതിപ്പോൾ ആകെ നാണക്കേടായല്ലോ, ഇനി എന്തു ചെയ്യും? എല്ലാവരും ഇതറിഞ്ഞാൽ തീർന്ന്. ശേഷം കിം കാങ് കൊടുത്ത ആ ക്രീം തേക്കും. പുറത്തിറങ്ങുമ്പോൾ ആ ട്യൂഷൻ സെൻറ്ററിലേക്ക് അവൻ്റെ അച്ഛൻ വന്ന് അവിടെയുള്ളവരോട് ദേഷ്യപ്പെടുന്നതാണ് കാണുന്നത്. ഇവൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലെന്ന് പറഞ്ഞ്. ശേഷം രാവിലെ ഉറക്കത്തിൽ നിന്ന് അവൻ്റെ അമ്മ അവനെ എഴുന്നേൽപ്പിക്കും. ഇതെന്താ നിന്റെ ചുണ്ടിൽ മുറിവ്? മുഖത്തൊക്കെ പാടുണ്ടല്ലോ. അപ്പോൾ ഇത് ഇന്നലെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സമയത്ത് ബോൾ മുഖത്തിനിട്ട് കൊണ്ടാന്ന് പറയും. ശേഷം അച്ഛൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരിക്കും. അച്ഛൻ, നീ ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് ജിമ്മിലാണോ? ഇത് നിന്റെ മുമ്പത്തെ സ്കൂൾ പോലെയല്ല. അവൻ, ഞാൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്, എനിക്കിത് പറ്റും. ഓക്കെ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അപ്പോഴും നിന്റെ അച്ഛൻ സംസാരിക്കുന്നതിനിടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കാൻ നോക്കുക. ശേഷം അവൻ സ്കൂളിലെത്തും. ഇവൻ എപ്പോഴും ഒരു ഫ്ലൈറ്റ് പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഈ ചോയുടെ ഗ്യാങ്ങിനേക്കാളും വലിയൊരു ഗ്യാങ് ഉണ്ട്. ഇവർ സെക്കൻഡ് ഇയേഴ്സ് ആയിരിക്കും. കിമിൻ്റെ നിന്ന് അടി കിട്ടിയ കാര്യം ഇവർ അറിഞ്ഞിട്ടുണ്ടാകും. അതിനുള്ള ശിക്ഷ കൊടുക്കുകയായിരിക്കും അവർക്ക്. തൊപ്പിയോട്, നീയൊക്കെ എങ്ങനെയാടാ ഒരു ഫൈറ്റിൽ തോറ്റത്? നാണക്കേട് തന്നെ. നീ എന്താ തോറ്റതെന്ന് നിനക്കറിയോ? നിനക്കതിനുള്ള ഗട്ട്സ് ഇല്ല, അത്ര തന്നെ. എന്നിട്ട് ചോയ്ക്കും മറ്റേവനും ഇട്ട് നല്ലോണം കൊടുക്കും. എന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് വാ, നീ അവൻ്റെ തല അടിച്ചു പൊട്ടിച്ചില്ലെങ്കിൽ നിങ്ങൾ മൂന്നും ഇന്ന് ചാവും എന്ന് പറയുന്നു. ശേഷം ക്ലാസ് കഴിഞ്ഞ് കിം വരുന്ന സമയത്ത് പിന്നാലെ കാങ്ങും ഉണ്ടാവും. കിം, നിന്റെ വീടും ഇതേ റൂട്ട് തന്നെയാണോ? എന്തേ, നിനക്ക് വേറെ റൂട്ട് എടുത്ത് പോകാനാണോ? ഇനി നീ വേറെ റൂട്ട് എടുത്ത് പോയാലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ കറക്റ്റായിട്ടെത്തും. കാരണം ഭൂമി ഉരുണ്ടതാണല്ലോ. പിന്നെ ഞാൻ യൂട്യൂബ് നോക്കി കഷ്ടപ്പെട്ട് നിന്റെ ഡ്രസ്സ് ക്ലീൻ ചെയ്തിട്ടും നിനക്കൊരു നന്ദിയും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മറുഭാഗത്ത് കിമ്മിന് പണി കൊടുക്കാൻ റെഡിയായി നിൽക്കുകയാണ് ചോയും ടീമും. ശേഷം കാങ്, നീ അവരെ അടിച്ചതുകൊണ്ട് ഇനി ചിലപ്പോൾ നിനക്ക് സെക്കൻഡ് ഇയേഴ്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അവരൊക്കെ ഒരു ടീമാ. കിം, ഞാൻ ആരോടും ഫൈറ്റ് ചെയ്യാൻ പോണില്ല. കാങ്, നീ എപ്പോഴും പറയും ഞാൻ ആരുടെയും കൂടെ ഫൈറ്റ് ചെയ്യില്ലെന്ന്, എന്നിട്ട് അവസാനം ഒരടിയിൽ നിന്ന് തന്നെ അത് അവസാനിക്കുകയും ചെയ്യും. ഇനി പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അവിടുന്ന് തൊപ്പി പിന്നിൽ നിന്ന് കിമ്മിൻ്റെ തലക്കടിക്കുന്നു. നോക്കുമ്പോൾ ചോരയൊക്കെ വന്നിട്ടുണ്ടാകും. അവൻ ആംബുലൻസിന് വിളിക്കുമ്പോൾ, വേണ്ട, എൻ്റെ വീട്ടുകാർ ഇതറിഞ്ഞാൽ ഭയങ്കര വിഷമിക്കും. പെട്ടെന്ന് തന്നെ അവൻ്റെ ബോധം പോവുകയും ചെയ്യും. അവൻ സ്വപ്നം പോലെ അവൻ്റെ ചേട്ടൻ മരിച്ചത് ഒക്കെ കാണുന്നു. കണ്ണു തുറക്കുമ്പോൾ അവനിപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും ഉള്ളത്. കാങ്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഇവൻ്റെ ഹെഡ്ഫോൺ അവൻ്റെ തലയിൽ ഇരിക്കുന്നത് കണ്ട അവൻ അത് വാങ്ങിച്ചെടുക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ പോകാനായി നോക്കും. നീ ഇതെങ്ങോട്ടാ പോകുന്നത്?
ഞാൻ നേഴ്സിനെ വിളിക്കാം, നീ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ട്യൂഷനിലോട്ടെന്ന് പറയും. നിനക്കെന്ത് വട്ടാണോ? അപ്പോഴായിരിക്കും അവിടേക്ക് അവൻ്റെ അച്ഛനും അമ്മയും എത്തുന്നത്. അമ്മ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് കെട്ടിപ്പിടിക്കും. ശേഷം ഹോസ്പിറ്റലിന് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും ചോയും ഗ്യാങ്ങും. ഇതിപ്പോൾ ആകെ പ്രശ്നമായോ? നീ അത്ര ശക്തിയിലാണോ അവനെ അടിച്ചത്? അടിക്കുമ്പോൾ ഒരു കണക്ക് കൂട്ടലൊക്കെ വേണ്ടേ എന്ന് ചോദിക്കും അവനോട്. എന്നിട്ട് അവനെ വീണ്ടും ട്രിപ്പൊക്കെ ഇട്ടുകൊടുത്ത് അവിടെ കിടത്തും. അവൻ്റെ അച്ഛൻ എന്തു പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ കിം പെട്ടെന്നൊന്ന് പരുങ്ങുമ്പോൾ കാങ് അതവൻ സ്റ്റേഴ്സിൽ നിന്ന് തെന്നി വീണതാണെന്ന് പറയും. അവൻ്റെ അച്ഛൻ പെട്ടെന്ന് എത്രയാണ് നിൻ്റെ സ്കൂളിലെ റാങ്ക് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പഠിത്തത്തിൽ അത്ര ടോപ്പല്ല, എന്നാൽ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. ആ സമയം അവൻ്റെ അമ്മയ്ക്ക് കിമ്മിൻ്റെ ചേട്ടൻ മരിച്ചതും അവൻ്റെ ബോഡി കൊണ്ടുപോകുന്നതും അത് കണ്ട് അവർ നിലവിളിക്കുന്നതും ഒക്കെ അവർക്ക് ഓർമ്മ വരികയാണ്. ഈ സമയം നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് തൊപ്പി അവിടേക്ക് വരും. ഓ കുഴപ്പമില്ലെന്ന് പറയും. അവൻ്റെ യൂണിഫോം കണ്ട് നീ കിമ്മിൻ്റെ ഫ്രണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവന് മനസ്സിലാവില്ല. കാരണം അവൻ്റെ പേര് കിം ആണെന്ന് പോലും തൊപ്പിക്കറിയില്ല. പെട്ടെന്ന് ഇത് അവൻ്റെ അമ്മയാണെന്ന് മനസ്സിലാക്കിയ അവൻ അതെ ഫ്രണ്ടാണ്, അവനെ കാണാൻ വന്നതാണെന്നൊക്കെ പറയും. അവനിപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഭാഗ്യം കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോഴാണ് അവനും ഒന്ന് ആശ്വാസമാകുന്നത്. എന്നാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ കിമ്മിനെ കാണുന്നില്ലേ? ഇല്ല കുഴപ്പമില്ല, അവൻ ഓക്കെ ആണെന്ന് അറിയാനായി വന്നതാ. അവൻ്റെ മുഖത്തുള്ള മുറിവ് കണ്ട് ഇതെന്ത് പറ്റിയതാ, ഞാൻ വേണം മരുന്ന് വെച്ച് തരാം. പെട്ടെന്ന് അവൻ സോറി, ഐ എം സോറി എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നു. എന്തിനാ പറഞ്ഞതെന്ന് പോലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ശേഷം കിമ്മിനെ ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുപോകും. ശേഷം കാങ് കോമയിൽ കിടക്കുന്ന അവൻ്റെ വേറൊരു ഫ്രണ്ടിനെ കാണാനായി ചെന്നിരിക്കുകയാണ്. എന്നിട്ട് വീട്ടിലെത്തിയ കിമ്മിനോട് അവൻ്റെ അമ്മ നീ നാളെ സ്കൂളിലേക്ക് പോകണ്ട, ബ്രേക്ക് എടുത്തോ എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല അമ്മ, ഞാൻ ഓക്കെ ആണെന്ന് പറയും. പക്ഷെ അവൻ ഓക്കെ അല്ലെന്ന് അമ്മക്കറിയാമായിരുന്നു. എന്നിട്ട് പതിവ് പോലെ പാട്ടും കേട്ട് സ്വയം ശ്വാസം മുട്ടിക്കാൻ തുടങ്ങും. ശേഷം രാവിലെ അവൻ സ്കൂളിലേക്ക് എത്തുന്നു. പതിവ് പോലെ ഒരു ഫ്ലൈറ്റ് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. കാങ് നീ ഒരു സൈക്കോ തന്നെ, ഇന്നലെയല്ലേ നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയത്, എന്നിട്ട് ഇന്ന് സ്കൂളിലേക്ക് വന്നിരിക്കുന്നു. ഞാനാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും റെസ്റ്റ് എടുത്തേനെ. ഇന്നലെ ഞാൻ നീ സ്റ്റെപ്പിൽ നിന്ന് വീണാണെന്ന് പറഞ്ഞ് നന്നായല്ലേ, പക്ഷെ നിന്റെ അച്ഛൻ റാങ്ക് എത്രയാണെന്നൊക്കെ ചോദിച്ച് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ ഞാനൊന്ന് പേടിച്ചു. ശേഷം കിമ്മിനെ കണ്ട തൊപ്പി നീ എന്തിനാ ഇന്ന് സ്കൂളിലേക്ക് വന്നത്, നിന്റെ തലക്ക് പരിക്ക് പറ്റിയതല്ലേ, റെസ്റ്റ് എടുക്കേണ്ട ടൈമല്ലേ, അപ്പോൾ നീ ഇന്നലെ അങ്ങനെ കാണിച്ചെന്ന് കരുതി എനിക്ക് ലീവ് എടുക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല, നമുക്കിത് ഇവിടം കൊണ്ട് നിർത്താമെന്ന് പറയും. തൊപ്പി അവനോട് ഇനിയെങ്കിലും നീ ഈ പാവത്താനെ അഭിനയിക്കുന്നത് ഒന്ന് നിർത്ത് എന്ന് പറയുന്നു. ശേഷം സെക്കൻഡ് ഇയേഴ്സ് വീണ്ടും തൊപ്പിയെയൊക്കെ അടിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞാലൊന്നും നിനക്കൊരു വിലയില്ലല്ലേ, നിനക്ക് എന്നെയാണോ പേടി അതോ ആ കിമ്മിനെയോ? അപ്പോൾ ഞാൻ ഇന്നലെ അവൻ്റെ തല തല്ലി പൊളിച്ചതാ, അപ്പോൾ ഇനി നിനക്ക് ഇതിൽ റോളില്ലെന്ന് പറയും. ശേഷം കിമ്മും കാങ്ങും ഒക്കെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആ സെക്കൻഡ് ഇയർ ബുള്ളി അവിടെ എത്തും. ആരാണ് ഈ കിം എന്ന് ചോദിക്കുമ്പോൾ ചോയ് അവനെ കാണിച്ചു കൊടുക്കും. അവനെ കണ്ടിട്ടും ഒരു കൂസലുമില്ലാതെ ഇരിക്കുകയാണ് കിം. അവിടേക്ക് കാങ് വന്ന് ഗായ്സ് നിങ്ങളിവിടെ അലമ്പുണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല, ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആ സീനിയർ പെട്ടെന്ന് ചോയ്ക്കിട്ടൊന്ന് കൊടുക്കും. ഈ മരപ്പൊട്ടന്മാരുടെ അടുത്തു നിന്നാണോ നീയൊക്കെ തല്ലും വാങ്ങി വന്നത്? എന്നിട്ട് ലഞ്ച് ബ്രേക്ക് ആയാൽ 2 പേരോടും റൂഫ് ടോപ്പിലേക്ക് വരാൻ പറയും. 1 മിനിറ്റ് പോലും ലേറ്റ് ആയാൽ നീയൊക്കെ ഗ്രാജുവേറ്റ് ആവുന്നത് വരെ ഒരു സമാധാനവും നിങ്ങൾക്ക് തരില്ല. ശേഷം പറഞ്ഞ പോലെ റൂഫ് ടോപ്പിലേക്ക് പോകും. എന്നിട്ട് അവനെ കുറച്ച് മര്യാദ പഠിപ്പിക്കാനൊക്കെയാണ് അവർ നോക്കുന്നത്. കിം എല്ലാം എൻ്റെ തെറ്റാണ്, സോറി, പക്ഷെ കാങ്ങിനെ വിട്ടേക്ക്. ഇത് കേട്ട് അവരെല്ലാം ചിരിക്കും. അല്ലേലും ഈ സോഡ കുപ്പിയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, അവനോട് മാറി നിൽക്കാൻ പറയും. അങ്ങനെ കാങ് അവിടുന്ന് പോകും. സീനിയർ നീ തെറ്റ് സ്വയം സമ്മതിച്ച സ്ഥിതിക്ക് നിനക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. തൊപ്പിയെ വിളിക്കും. നേർക്ക് നേർ നിന്ന് സോറി പറയാൻ പറയും. അവൻ അതുപോലെ സോറി പറയും. തൊപ്പിയോട് അവനെ അടിച്ചിടാൻ പറയുന്നു. പക്ഷേ അവന് അതിന് താല്പര്യം ഉണ്ടാവില്ല. ആ ദേഷ്യത്തിൽ സീനിയർ തൊപ്പിയെ അടിക്കാൻ തുടങ്ങും. ഇത് കുറേ നേരം കണ്ടുകൊണ്ട് വന്ന കിമ്മിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. പെട്ടെന്ന് അവനെ തടയും. കാങ്ങിനോട് ഇവൻ എത്ര അടിക്കുള്ളിൽ വീഴ്ത്തണമെന്ന് ചോദിക്കുമ്പോൾ 2 എന്ന് പറയും. ശരി, 2 അടിക്കുള്ളിൽ ഇവനെ വീഴ്ത്തിയില്ലെങ്കിൽ ഈ ഫൈറ്റ് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തും. എന്നിട്ട് അവനിട്ട് കൊടുക്കുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.